നമസ്കാരം. ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോഗ്രാം ELAPന് വേണ്ടി ഞാൻ ജോസഫ് ചാക്കോ. ഇംഗ്ലീഷ് ഭാഷയെ സംസാര ഭാഷയാക്കി മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ് നാം. ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, ഭാഷയും ഒരു സ്കില്ലാണ്. നമുക്കറിയാമല്ലോ, ഒരു സ്കില്ല് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, അഭ്യസിക്കണമെങ്കിൽ അത് നമ്മൾ നിരന്തരമായി പരിശീലിക്കണം, പ്രാക്ടീസ് ചെയ്യണം. സംസാരത്തിന് വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓർഗൻസ്, സ്പീച്ച് ഓർഗൻസ് നമുക്കറിയാമല്ലോ, ടങ്, ടീത്ത് റിഡ്ജ്, വോക്കൽ കോഡ്സ്, നോസ് ഉൾപ്പെടെ ധാരാളം സ്പോക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാമുകളൊക്കെ നാം കാണുന്നുണ്ട്. പണം മുടക്കിയും ചിലർ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പരിശീലിക്കുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുകയില്ല. ഗീവ് പ്രാക്ടീസ് ടു ദ വോക്കൽ ഓർഗൻസ്. നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന അവയവങ്ങൾക്ക് ശക്തമായ പരിശീലനം നൽകുക. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നതിന് നമ്മുടെ നാവിനും നമ്മുടെ സ്പീച്ച് ഓർഗൻസിനൊക്കെ ഒരു ചായ്വ് നമ്മൾ സൃഷ്ടിച്ചെടുക്കുക, ഒരു ഇൻക്ലിനേഷൻ സൃഷ്ടിച്ചെടുക്കുക. വായ തുറക്കുമ്പോൾ അറിയാതെ ഇംഗ്ലീഷ് വാക്കുകളും സെൻറ്റൻസുകളും വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. അത് പ്രാക്ടീസ് ചെയ്യാതെ ഒരു കാരണവശാലും അത് സാധിച്ചെടുക്കാൻ കഴിയുകയില്ല. സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലനത്തിൻ്റെ ഇത് 3ാമത്തെ ക്ലാസ്സാണ്. ഇത് പാർട്ട് 3 ആണ്. വളരെയധികം വ്യക്തികൾ ക്ലാസ് കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. കാരണം യൂട്യൂബ് സ്റ്റുഡിയോ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, വളരെയധികം വ്യക്തികൾ ക്ലാസ് കാണുകയും പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും അത് ഫലം കാണും. ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കും. ഒരു ഭാഷ സ്വായത്തമാക്കുവാൻ, പരിശീലിക്കുവാൻ, അത് നമ്മുടെ സ്വന്തമാക്കുവാൻ 3 ഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകണം. 1, സെൻറ്റൻസ് പാറ്റേൺസ്, കൺസ്ട്രക്ഷൻസ് മനസ്സിലാക്കുക. ഗീവ് പ്രാക്ടീസ് ടു ദ വോക്കൽ ഓർഗൻസ്. വോക്കൽ ഓർഗൻസിന് ശക്തമായ പരിശീലനം കൊടുക്കുക. മറ്റൊന്ന്, ഏറ്റവും പ്രധാനമായും വൊക്കാബുലറി. അത് നമ്മൾ സ്വയം നമുക്ക് ആർജിക്കാൻ സാധിക്കും. ഈ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോയാൽ തീർച്ചയായും നമ്മൾ ഭാഷ സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കും. അതിനുള്ളൊരു ഒരുക്കത്തിലാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് ഒരു ചായ്വ് നിങ്ങൾക്കുണ്ടാകും. പരിശീലിക്കാനുള്ള സെൻറ്റൻസുകളാണ് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത്. അപ്പോൾ എന്നോടൊപ്പം വരിക, ശ്രമിക്കുക. ഷുവർലി യു വിൽ ടോക്ക് ഇംഗ്ലീഷ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി 24 സെൻറ്റൻസസ് നിങ്ങൾക്ക് ഞാൻ തന്നിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ. വിവിധ സമയക്രമങ്ങളിലൂടെ കടന്നു പോകുന്ന വാചകങ്ങളായിരുന്നു അത്. അതിൽ 6 തരത്തിലുള്ള ടെൻസ് ഫോംസും 6 തരത്തിലുള്ള കൺസ്ട്രക്ഷൻസുമാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയത്. ഒരു സെൻറ്റൻസിനെ നമുക്ക് പോസിറ്റീവായും നെഗറ്റീവായും, പോസിറ്റീവ് ക്വസ്റ്റ്യനായും നെഗറ്റീവ് ക്വസ്റ്റ്യനായും ഉപയോഗിക്കാം. ഏതൊരു സെൻറ്റൻസിനെയും നമുക്ക് അത്തരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു വിദ്യ ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ വളരെ പെട്ടെന്ന് സംസാരശേഷി ആർജിക്കാൻ നമുക്ക് സാധിക്കും. 24 സെൻറ്റൻസുകളിൽ ഒരു എക്സസൈസ്, ഒരു എക്സാമ്പിൾ നമുക്ക് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി ഒന്ന് പരിശീലിക്കാം. ബോർഡിൽ നിങ്ങൾക്ക് സെൻറ്റൻസ് കാണാമല്ലോ. സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസ് തന്നെ എടുക്കാം. ആ സെൻറ്റൻസ് പാറ്റേൺസ് ഓർക്കുന്നതിന് വേണ്ടി. ഐ കം, ഞാൻ വരാറുണ്ട്. ഐ ഡോണ്ട് കം, ഞാൻ വരാറില്ല. ഡു യു കം, നീ വരാറുണ്ടോ? ഡോണ്ട് യു കം, നീ വരാറില്ലേ? ഐ കെയിം, ഞാൻ വന്നു. ഐ ഡിഡിൻ കം, ഞാൻ വന്നില്ല. ഡിഡ് യു കം, നീ വന്നോ? ഡിഡിൻ യു കം, നീ വന്നില്ലേ? ഐ വിൽ കം, ഞാൻ വരും. ഐ വോണ്ട് കം, ഞാൻ വരില്ല. വിൽ യു കം, നീ വരുമോ? വോണ്ട് യു കം, നീ വരില്ലേ? ഐ എം കമ്മിങ്, ഇതാ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ എം നോട്ട് കമ്മിങ്, ഞാൻ വന്നുകൊണ്ടിരിക്കുകയല്ല. ആർ യു കമ്മിങ്, നീ വന്നുകൊണ്ടിരിക്കുകയാണോ, എത്തിക്കൊണ്ടിരിക്കുകയാണോ? ആർൻ്റ് യു കമ്മിങ്, നീ വന്നുകൊണ്ടിരിക്കുകയല്ലേ? ഐ വാസ് കമ്മിങ്, ഞാൻ വരികയായിരുന്നു, വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് നോട്ട് കമ്മിങ്, ഞാൻ വന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. വേർ യു കമ്മിങ്, നീ വന്നുകൊണ്ടിരിക്കുകയായിരുന്നോ? വേറൻ്റ് യു കമ്മിങ്, നീ വന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ഐ വിൽ ബി കമ്മിങ്, ഞാൻ വരുന്നതായിരിക്കും. ഒരു ഉറപ്പാണ്, ഒരു വാഗ്ദാനമാണ്. ഐ വിൽ ബി കമ്മിങ്. ഐ വോണ്ട് ബി കമ്മിങ്, ഞാൻ വരുന്നതല്ലായിരിക്കും. വിൽ യു ബി കമ്മിങ്, നീ വരുന്നതായിരിക്കുമോ? വോണ്ട് യു ബി കമ്മിങ്? ഇങ്ങനെ ഒരു 24 സെൻറ്റൻസസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് ഇത് കാണുകയും ആ സെൻറ്റൻസിൻ്റെ ആശയം നിങ്ങൾ ഗ്രഹിക്കുകയും വേണം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇത് പറഞ്ഞ് പരിശീലിക്കുകയും കൂടെ ചെയ്യുമ്പോൾ, പറയേണ്ട സാഹചര്യം വരുമ്പോൾ തക്ക സമയത്ത് നമ്മുടെ നാവിലേക്ക് ലാംഗ്വേജ് ഒഴുകിയെത്തും. ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇന്ന് ഞാൻ പുതിയ 12 സെൻറ്റൻസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. 12 സെൻറ്റൻസ് എന്ന് പറയുന്നത്, 12 എന്ന് പറയുന്ന കണക്ക് ഒരു പ്രത്യേക ഒരു സമയക്രമത്തെ ബേസ് ചെയ്തുകൊണ്ട് നൽകുന്ന സെൻറ്റൻസുകളാണ്. അപ്പോൾ അത് ആ സമയത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം വരുന്നതിന് വേണ്ടിയാണ് ആ ക്ലാസ്സുകളൊന്നും സെപ്പറേറ്റ് ചെയ്യാതെ ഒരുമിച്ച് നിങ്ങൾക്ക് നൽകുന്നത്.
ഇന്നത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ടെൻസുകളാണ്. എന്ന് പറഞ്ഞാൽ പൂർത്തിയായ കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്ന വാചകങ്ങൾ. കംപ്ലീറ്റഡ്, പൂർത്തിയായത്. അതിപ്പോൾ പൂർത്തിയായതാകാം, പണ്ടേ പൂർത്തിയായതാകാം, ഇനിയും വരുന്ന ആളുകളിൽ പൂർത്തിയാകാൻ സാധ്യതയുള്ളതായിരിക്കാം. കംപ്ലീറ്റ്. ഐ ഹാവ് കം, ഞാൻ വന്നു. ഇപ്പോഴെത്തിയതേ ഉള്ളൂ. വരിക എന്ന് പറയുന്ന പ്രവൃത്തി കംപ്ലീറ്റായി, ഇപ്പോൾ വന്നതേ ഉള്ളൂ. പക്ഷേ അത് പാസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വന്നതേ ഉള്ളൂ, വന്നു കഴിഞ്ഞു, ആ കംപ്ലീറ്റായി, ആ പ്രവൃത്തി കംപ്ലീറ്റായി. പക്ഷേ അതിൻ്റെ ഹാങ് ഓവറുകളൊന്നും നമ്മൾ മാറിയിട്ടില്ല. അത് പുതിയൊരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഞാൻ വന്നു, അല്ലെങ്കിൽ ഞാൻ വന്നതേ ഉള്ളൂ. ഐ ഹാവ് കം. ഞാൻ വന്നിട്ടില്ല, ഇതുവരെ ഞാൻ വന്നിട്ടില്ല. ഐ ഹാവിൻ കം. ഞാൻ വന്നിട്ടില്ല. ഐ ഹാവിൻ കം. ഹാവ് യു കം? നീ വന്നോ? നീ വന്നോ? ഹാവിൻ യു കം? നീ വന്നില്ലേ? ഹാവിൻ യു കം? നീ വന്നില്ലേ? അപ്പോൾ ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഈ സെൻറ്റൻസ് ഐ ഹാവ് കം, ഐ ഹാവിൻ കം, ഹാവ് യു കം, ഹാവിൻ യു കം. ഞാൻ വന്നു, ഞാൻ വന്നതേ ഉള്ളൂ. അതാണ് ഐ ഹാവ് കം. ഐ ഹാവിൻ കം, ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഹാവ് യു കം? നീ എത്തിയോ? നീ വന്നോ? ഹാവിൻ യു കം? നീ വന്നില്ലേ? നീ എത്തിയില്ലേ? അതാണ് ആ സെൻറ്റൻസ്. നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. സെൻറ്റൻസുകളെല്ലാം ബോർഡിൽ എഴുതാം. അത് നോക്കി എന്നോടൊപ്പം നിങ്ങൾക്ക് അതൊന്ന് ഉരുവിട്ട് ആവർത്തിച്ച് പരിശീലിച്ചാൽ തീർച്ചയായും ആ സെൻറ്റൻസുകൾ നിങ്ങളുടെ സ്വന്തമാകും. ഐ ഹാവ് കം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വന്നു, വന്നതേ ഉള്ളൂ. ഞാൻ പണ്ടേ വന്നിരുന്നു. എങ്ങനെ പറയാൻ സാധിക്കും? ഞാൻ എത്തിയിരുന്നു, ഞാൻ പണ്ടേ വന്നിരുന്നു. ഏതെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഞാൻ എത്തിയിരുന്നു. എൻ്റെ ജോലി ഞാൻ പൂർത്തിയാക്കിയിരുന്നു. അത്തരത്തിൽ പറയുമ്പോൾ ഹാവ് ഹാഡായി മാറും. ഐ ഹാഡ് കം, ഞാൻ വന്നിരുന്നു. ഐ ഹാഡിൻ കം, ഞാൻ വന്നിരുന്നില്ല. ആ സമയത്ത് ഞാൻ എത്തിയിരുന്നില്ല, വന്നിരുന്നില്ല. ഹാഡ് യു കം? നീ എത്തിയിരുന്നോ? നീ എത്തിയിരുന്നോ? ഹാഡിൻ യു കം? നീ എത്തിയിരുന്നില്ലേ? നീ വന്നിരുന്നില്ലേ? ആദ്യം ഇതിൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് പറഞ്ഞു പഠിക്കാം. അടുത്തത് ഫ്യൂച്ചറാണ്. ഞാൻ എത്തിയിരിക്കും. ഐ വിൽ ഹാവ് കം, ഞാൻ എത്തിയിരിക്കും. ഐ വോണ്ട് ഹാവ് കം, അപ്പോഴേക്കും ഞാൻ എത്തിയിരിക്കുകയില്ല. ഐ വിൽ നോട്ട് ഹാവ് കം. വിൽ യു ഹാവ് കം? നീ എത്തിയിരിക്കുമോ? വന്നിരിക്കുമോ? പറയുന്നത് പോലെ ചെയ്തിരിക്കുമോ എന്നുള്ള അർത്ഥത്തിലാണ്. വോണ്ട് യു ഹാവ് കം? നീ എത്തിയിരിക്കുകയില്ലേ? അപ്പോൾ ഇതാണ്, ഞാൻ എത്തിയതേ ഉള്ളൂ, ഞാൻ പണ്ടേ എത്തിയിരുന്നു, ഞാൻ എത്തിയിരിക്കും. അതാണ് എൻ്റെ വ്യത്യാസം. ആ തരത്തിലുള്ള ടൈമിംഗ് വരുന്ന സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് പരിശീലിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഏതാനും ചില ടൈം എക്സ്പ്രഷനും കൂടെ ചേർത്ത് നമ്മൾ പരിശീലിക്കും. അപ്പോൾ നിങ്ങൾക്കത് ആശയം കൂടുതൽ വ്യക്തമാകും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ബോർഡിലേക്ക് നോക്കാം. ആദ്യത്തെ കാറ്റഗറിയിൽ, അതായത് ഞാൻ ആദ്യം നിങ്ങളെ പഠിപ്പിച്ച ഐ കം, ഐ ഡോണ്ട് കം, ഡു യു കം, ഡോണ്ട് യു കം, അതെല്ലാം പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ കാറ്റഗറിയിൽപ്പെട്ട 4 സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. ഞാൻ വരാറുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ടൈം എക്സ്പ്രഷൻസ് ഡെയിലി ആകാം, ഫ്രീക്വൻ്റ്ലി ആകാം, എവ്രി ഡേ ആകാം, എവ്രി മന്ത് ആകാം. പതിവിനെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയെങ്കിലും ഒരു ടൈം എക്സ്പ്രഷനും കൂടെ ചേർത്ത് നമുക്ക് ഈ സെൻറ്റൻസ് ഒന്ന് നോക്കിയാലോ? ഞാൻ പുതിയൊരു സെൻറ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ വിസിറ്റ് മൈ അങ്കിൾ ഡെയിലി. ഡെയിലി എന്ന ടൈം എക്സ്പ്രഷനാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഐ ഡോണ്ട് വിസിറ്റ് മൈ അങ്കിൾ ഡെയിലി, ഞാൻ എന്നും സന്ദർശിക്കാറില്ല. ഡു യു വിസിറ്റ് യുവർ അങ്കിൾ ഡെയിലി? ഡോണ്ട് യു വിസിറ്റ് യുവർ അങ്കിൾ ഡെയിലി? ഇനി അത് പാസ്റ്റ് ആകുന്നു. ഐ വിസിറ്റഡ് മൈ അങ്കിൾ. അപ്പോൾ അത് ടൈം എക്സ്പ്രഷനോട് മാറുന്നു, എസ്റ്റർഡേ എന്നാകുന്നു. ഡെയിലി എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. പഴയ ഒരു പതിവിനെ സൂചിപ്പിക്കാനാണെങ്കിൽ ഡെയിലി എന്ന് തന്നെ നമുക്ക് അവിടെ ഉപയോഗിക്കാം. പക്ഷെ നമുക്കൊരു ആശയ വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ പാസ്റ്റിലെ വ്യക്തമായ ഒരു ടൈം ഞാൻ എടുക്കുകയാണ്. എസ്റ്റർഡേ. ഐ വിസിറ്റഡ് മൈ അങ്കിൾ എസ്റ്റർഡേ. ഐ ഡിഡിൻ വിസിറ്റ് മൈ അങ്കിൾ എസ്റ്റർഡേ. ഡിഡ് യു വിസിറ്റ് യുവർ അങ്കിൾ എസ്റ്റർഡേ? ഡിഡിൻറ്റ് യു വിസിറ്റ് യുവർ അങ്കിൾ എസ്റ്റർഡേ? ഐ വിൽ വിസിറ്റ് മൈ അങ്കിൾ ടുമോറോ. അവിടെ ടൈം എക്സ്പ്രഷൻ ടുമോറോ ആണ് വരുന്നത്. ഐ വിൽ വിസിറ്റ് മൈ അങ്കിൾ ടുമോറോ. ഐ വോണ്ട് വിസിറ്റ് മൈ അങ്കിൾ ടുമോറോ. വിൽ യു വിസിറ്റ് യുവർ അങ്കിൾ ടുമോറോ? വോണ്ട് യു വിസിറ്റ് യുവർ അങ്കിൾ ടുമോറോ? സന്ദർശിക്കുകയില്ലേ? അതിനുശേഷം പിന്നീട് പഠിച്ച ആ 12 സെൻറ്റൻസുകളുടെ കാറ്റഗറിയിലേക്ക് വരാം. അത് ING ആണ്, തുടർച്ചയാണ്. ഐ ആം വിസിറ്റിംഗ് മൈ അങ്കിൾ നൗ. ഞാൻ ഇപ്പോൾ എൻ്റെ അമ്മാവനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം നോട്ട് വിസിറ്റിംഗ് മൈ അങ്കിൾ നൗ. ആർ യു വിസിറ്റിംഗ് യുവർ അങ്കിൾ നൗ? ആർൻറ്റ് യു വിസിറ്റിംഗ് യുവർ അങ്കിൾ നൗ? അത് പാസ്റ്റിലേക്ക് വരുന്നു. ഐ വാസ് വിസിറ്റിംഗ് മൈ അങ്കിൾ ദെൻ. ഞാൻ അപ്പോൾ എൻ്റെ അമ്മാവനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് നോട്ട് വിസിറ്റിംഗ് മൈ അങ്കിൾ ദെൻ. വേർ യു വിസിറ്റിംഗ് യുവർ അങ്കിൾ ദെൻ? വേറെൻ്റ് യു വിസിറ്റിംഗ് യുവർ അങ്കിൾ ദെൻ? അത് ഫ്യൂച്ചറിലേക്ക് വരുന്നു. ഐ വിൽ ബി വിസിറ്റിംഗ് മൈ അങ്കിൾ ടുമോറോ. ഞാൻ നാളെ എൻ്റെ അമ്മാവനെ സന്ദർശിക്കുന്നതായിരിക്കും. ഐ വോണ്ട് ബി വിസിറ്റിംഗ് മൈ അങ്കിൾ ടുമോറോ. വിൽ യു ബി വിസിറ്റിംഗ് യുവർ അങ്കിൾ ടുമോറോ?
വോണ്ട് യു ബി വിസിറ്റിംഗ് യുവർ അങ്കിൾ ടുമോറോ? ഇപ്പോൾ 24 സെൻറ്റൻസുകൾ നമുക്ക് പരിശീലിക്കാൻ ലഭിച്ചു കഴിഞ്ഞു. അതിനോട് ചേർത്ത് നമ്മൾ ഇന്ന് പഠിച്ച ആ 4 സെൻറ്റൻസുകൾ, അതായത് പെർഫെക്റ്റ് ടെൻസുകളുടെ കാറ്റഗറിയിൽ വരുന്ന ആ സെൻറ്റൻസുകൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് പരിശീലിക്കാം. ഐ ഹാവ് വിസിറ്റഡ് മൈ അങ്കിൾ. ഞാൻ എൻ്റെ അമ്മാവനെ സന്ദർശിച്ചു. ഐ ഹാവിൻറ്റ് വിസിറ്റഡ് മൈ അങ്കിൾ. ഞാൻ ഇന്നുവരെ എൻ്റെ അമ്മാവനെ സന്ദർശിച്ചിട്ടില്ല. ഹാവ് യു വിസിറ്റഡ് യുവർ അങ്കിൾ? നിൻ്റെ അമ്മാവനെ നീ സന്ദർശിച്ചോ? ഹാവിൻറ്റ് യു വിസിറ്റഡ് യുവർ അങ്കിൾ? സെൻറ്റൻസ് പാസ്റ്റിലേക്ക് വരുമ്പോൾ ഐ ഹാഡ് വിസിറ്റഡ് മൈ അങ്കിൾ. ഐ ഹാഡിൻറ്റ് വിസിറ്റഡ് മൈ അങ്കിൾ. ഹാഡ് യു വിസിറ്റഡ് യുവർ അങ്കിൾ? ഹാഡിൻറ്റ് യു വിസിറ്റഡ് യുവർ അങ്കിൾ? നിൻ്റെ അമ്മാവനെ നീ പണ്ടേ സന്ദർശിച്ചിരുന്നോ എന്നുള്ള അർത്ഥത്തിലാണ്. ഐ വിൽ ഹാവ് വിസിറ്റഡ് മൈ അങ്കിൾ. നാളെ ഞാൻ എൻ്റെ അമ്മാവനെ സന്ദർശിച്ചിരിക്കും. ഐ വിൽ ഹാവ് വിസിറ്റഡ് മൈ അങ്കിൾ ടുമോറോ. ഐ വോണ്ട് ഹാവ് വിസിറ്റഡ് മൈ അങ്കിൾ ടുമോറോ. വിൽ യു ഹാവ് വിസിറ്റഡ് യുവർ അങ്കിൾ ടുമോറോ? വോണ്ട് യു ഹാവ് വിസിറ്റഡ് യുവർ അങ്കിൾ ടുമോറോ? ഇപ്പോൾ പരിശീലിക്കുന്നതിനായി നമുക്ക് 36 സെൻറ്റൻസുകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ 36 സെൻറ്റൻസുകൾ ഒരുമിച്ച് നമുക്ക് പരിശീലിക്കാം. അവിടെയാണ് നമ്മുടെ വോക്കൽ ഓർഗൻസിന് നമ്മൾ എക്സസൈസ് പരിശീലനം കൊടുക്കുന്ന ആ ഒരു അവസ്ഥയിൽ എത്തുന്നത്. ഈ സെൻറ്റൻസുകൾ നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് പറയാൻ ശ്രമിക്കുക. ഐ വിസിറ്റ് മൈ അങ്കിൾ ഡെയിലി. ഐ ഡോണ്ട് വിസിറ്റ് മൈ അങ്കിൾ ഡെയിലി. ഡു യു വിസിറ്റ് യുവർ അങ്കിൾ ഡെയിലി? ഡോണ്ട് യു വിസിറ്റ് യുവർ അങ്കിൾ ഡെയിലി? ഐ വിസിറ്റഡ് മൈ അങ്കിൾ യെസ്റ്റർഡേ. ഐ ഡിഡ്ന്റ് വിസിറ്റ് മൈ അങ്കിൾ യെസ്റ്റർഡേ. ഡിഡ് യു വിസിറ്റ് യുവർ അങ്കിൾ യെസ്റ്റർഡേ? ഡിഡ് യു വിസിറ്റ് യുവർ അങ്കിൾ യെസ്റ്റർഡേ? ഐ വിൽ വിസിറ്റ് മൈ അങ്കിൾ ടുമോറോ. ഐ വോണ്ട് വിസിറ്റ് മൈ അങ്കിൾ ടുമോറോ. വിൽ യു വിസിറ്റ് യുവർ അങ്കിൾ ടുമോറോ? വോണ്ട് യു വിസിറ്റ് യുവർ അങ്കിൾ ടുമോറോ? I am visiting my uncle now. I am not visiting my uncle now. Are you visiting your uncle now? Aren't you visiting your uncle now? I was visiting my uncle then. I wasn't visiting my uncle then. Were you visiting your uncle then? Weren't you visiting your uncle then? I'll be visiting my uncle tomorrow. I won't be visiting my uncle tomorrow. Will you be visiting your uncle tomorrow? Won't you be visiting your uncle tomorrow? I have visited my uncle. I haven't visited my uncle. Have you visited your uncle? Haven't you visited your uncle? I had visited my uncle. I hadn't visited my uncle. Had you visited your uncle? Hadn't you visited your uncle? I will have visited my uncle tomorrow. I won't have visited my uncle tomorrow. Will you have visited your uncle tomorrow? Won't you have visited your uncle tomorrow? ഈ 36 സെൻറ്റൻസസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. വളരെ ശക്തമായ പരിശീലനം, വോക്കൽ ഓർഗൻസിനെ വേദനിക്കത്തക്ക വിധത്തിൽ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും ഇംഗ്ലീഷ് നിങ്ങളുടെ നാവിൽ പതിയും. ഒരു സെൻറ്റൻസ് കൂടി നിങ്ങൾക്ക് ഞാൻ പരിശീലിക്കാൻ നൽകുകയാണ്. ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ 36 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആണ്, 36 കൺസ്ട്രക്ഷൻസ് ആണ് തരുന്നത്. ഇത് നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ നമ്മുടെ സ്വന്തമാകുകയും അത് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ആശയങ്ങൾ നമുക്ക് ഗ്രഹിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. അതുകൊണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ആദ്യം നന്നായി കേൾക്കണം, സെൻറ്റൻസുകളെല്ലാം ഒന്ന് ഗ്രഹിക്കണം. എങ്ങനെയാണ് ഈ സെൻറ്റൻസിൻ്റെ പാറ്റേൺ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഗ്രഹിക്കണം. അതിനുശേഷം വേണം പ്രാക്ടീസ് ചെയ്യാൻ. സെക്കൻഡുകൾ കൊണ്ട് ഇത് പറഞ്ഞു തീർക്കാനുള്ള ശ്രമത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഈ സെൻറ്റൻസിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലറാണ്. പേഴ്സൺസിനെ സംബന്ധിക്കുന്ന ക്ലാസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ ആൻഡ് വി ആണ്, സെക്കൻഡ് പേഴ്സൺ യു ആണ്, തേർഡ് പേഴ്സൺ ഞാനും നീയും, അതായത് ഐ വി യു ഒഴികെയുള്ള ബാക്കിയെല്ലാം ഹി ഷീ ഇറ്റ് ദേ, ബാക്കി എന്ത് ലോകത്തിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എന്ത് വസ്തുവിനെക്കുറിച്ച് പറഞ്ഞാലും അത് തേർഡ് പേഴ്സൺ ആണ്. അത് സിംഗുലറും പ്ലൂറലുമുണ്ട്. ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലറാണ്. സിംഗുലർ ആകുമ്പോൾ വെർബും സിംഗുലർ തന്നെ ആയിരിക്കണം. അതാണ് നമ്മളുടെ നാവിൽ പതിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ ഈ സെൻറ്റൻസ് നമുക്കൊന്ന് പറഞ്ഞു പഠിക്കാം. ദ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ്സ് എ ന്യൂ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഇവിടെ എസ് ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇംപ്ലിമെൻറ്റ്സ്. അത് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടി വെർബിൻ്റെ എസ് ഫോമാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യം ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് നമ്മുടെ സ്വന്തമാക്കണം, നമ്മുടെ ബ്ലഡിൽ അത് ലയിക്കണം. വാ തുറന്നാൽ സബ്ജക്റ്റിനോടുകൂടി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ മാത്രമേ ആകാൻ പാടുള്ളൂ. അതിനാണ് നമ്മളിത് പരിശീലിക്കുന്നത്. The government implements a new system of education. The government doesn't implement a new system of education. Does the government implement a new system of education? Doesn't the government implement a new system of education? The government implemented a new system of education. The government didn't implement a new system of education. Did the government implement a new system of education? Didn't the government implement a new system of education? The government will implement a new system of education. The government won't implement a new system of education. Will the government implement a new system of education? Won't the government implement a new system of education?
The government is implementing a new system of education. The government isn't implementing a new system of education. Is the government implementing a new system of education? Isn't the government implementing a new system of education? The government was implementing a new system of education. The government wasn't implementing a new system of education. Was the government implementing a new system of education? Wasn't the government implementing a new system of education? The government will be implementing a new system of education. The government won't be implementing a new system of education. Will the government be implementing a new system of education? Won't the government be implementing a new system of education? The government has implemented a new system of education. The government hasn't implemented a new system of education. Has the government implemented a new system of education? Hasn't the government implemented a new system of education? The government had implemented a new system of education. The government hadn't implemented a new system of education. Had the government implemented a new system of education? Hadn't the government implemented a new system of education? The government will have implemented a new system of education. The government won't have implemented a new system of education. Will the government have implemented a new system of education? Won't the government have implemented a new system of education? അപ്പോൾ ഇത് പറഞ്ഞു പഠിക്കുക. ഈ സെൻറ്റൻസുകൾ നമ്മൾ പറഞ്ഞു പഠിക്കുമ്പോൾ മറ്റ് സെൻറ്റൻസുകളും തുടർന്ന് വരുന്ന സെൻറ്റൻസുകളും അല്ലെങ്കിൽ ആശയം മനസ്സിൽ വരുമ്പോൾ അത് വാചകമായി പുറപ്പെടുവിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് തീർച്ചയായും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. വോക്കൽ എക്സസൈസ് പാർട്ട് 3 നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പാർട്ട് 4 പുതിയ എക്സസൈസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.